ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമാക്കി ഒരു വേദവാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 27-ാമത് വാക്യം വായിച്ചത് ഇങ്ങനെയാണ്: മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്തെ കൊണ്ട് സാധ്യമാകുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പലതും അസാധ്യമെന്ന് തോന്നുന്ന വിഷയത്തിൽ ദൈവസന്നിധിയിൽ വരുമ്പോൾ ആ അസാധ്യങ്ങളെ മാറിയിട്ട് അതിനെ പ്രൈസ് ദി ലോർഡ് ആ വിഷയങ്ങൾ സാധിച്ച് കടന്നു പോകും നമുക്ക് കാണുവാനായിട്ട്, ദൈവവചനത്തിൽ കാണുവാൻ അനേക വ്യക്തികളെ നമുക്ക് എടുത്ത് പറയുവാനായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ അബ്രഹാമിനും സാറായിക്കും ഒരു സന്തതിയില്ലാതെ വാർദ്ധക്യത്തിലായിരിക്കുന്ന രണ്ട് വ്യക്തികൾ. എന്നാൽ ദൈവമായിരിക്കുന്ന കർത്താവ് പറഞ്ഞു, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നീ ഒരു ബാലനെ അണയ്ക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അരുളപ്പാട് തനിക്ക് ലഭിക്കപ്പെടുകയാണ്. എന്നാൽ 21-ാം അധ്യായത്തിലേക്ക് 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം പറഞ്ഞതുപോലെ തന്നെ സാറായിക്കൊരു മകനെ കൊടുത്തു. സ്തോത്രം. സാറ ഒരു മകനെ പ്രസവിച്ചു. ഹല്ലേലൂയ. മനുഷ്യർക്ക് അസാധ്യമെന്നുള്ളത് ദൈവത്തിന് സാധ്യമാകും. അബ്രഹാം പറഞ്ഞു, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു ഇങ്ങനെയാ: ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരികളെ പോലെ ഞാൻ നിനക്ക് സന്തതിയെ തരുമെന്ന് പറഞ്ഞ് 25 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ ആ ദൈവത്തിന്റെ വാഗ്ദത്തം തനിക്ക് ലഭിക്കപ്പെടുവാനിടയായത്. കർത്താവ് നമ്മളോട് പറഞ്ഞതായ കാര്യങ്ങൾ പലതും നമ്മുടെ ജീവിതത്തില് അനവധിയുണ്ട്, നടന്നതുണ്ട്, ഇനി നടക്കാനുള്ള വിഷയങ്ങളുണ്ട്. നടക്കുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമ്മൾ വിശ്വാസം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത നിലകളിലേക്ക് പതറിപ്പോകേണ്ട സാഹചര്യം ഉണ്ടാകാം. എന്നാൽ ദൈവം വിശ്വസ്തനാണ്. പറഞ്ഞ കാര്യത്തിന് യാതൊരു മാറ്റവും വരികയില്ല എന്നുള്ളതാണ് ആ വചനത്തിൽ കാണുവാൻ നമുക്ക് കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതത്തിലും ഓരോ ദൈവവൈദ്യന്റെ ജീവിതത്തിലും സ്തോത്രം, നിങ്ങൾക്ക് സാധിക്കത്തില്ല, നിങ്ങൾക്ക് ഉയരാൻ സാധിക്കത്തില്ല, നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കത്തില്ല എന്ന് ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത്, പ്രയാസപ്പെടുന്ന വിഷയത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൂത് കൈമാറുകയാണ്. നിന്റെ ഏത് വിഷയമായിരുന്നാലും ആ വിഷയത്തെ സാധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. നീ വിഷയം പറഞ്ഞു മറന്നു പോവുക, പക്ഷെ തമ്പുരാൻ പറഞ്ഞത് മറക്കുകയില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒന്നെങ്കിൽ ജോലി സംബന്ധിച്ചുള്ള കാര്യമാകാം, വിഷയമായിരിക്കാം, അതല്ലെങ്കിൽ രോഗക്കിടക്കയിലായിരിക്കാം, ഹല്ലേലൂയ, അതല്ലെങ്കിൽ പാർപ്പിടമില്ലാത്ത സാഹചര്യത്തിലായിരിക്കാം. ഇതെല്ലാം മനുഷ്യന്റെ ദൈനംദിന ആവശ്യത്തിന് ഒഴിച്ചുകൂടാൻ വയ്യാത്ത കാര്യങ്ങളാ. ഈ കാര്യങ്ങളാണ് ദൈവസന്നിധിയില് നാം കടന്നു വരുമ്പോൾ ഭാഗ്യമായിട്ട് പ്രാപിക്കുന്നതിലും അതിലുപരിയായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നോട് കേട്ട വാഗ്ദത്ത പ്രകാരം യെരൂശലേമിൽ കാത്തിരിക്കണമെന്ന് പറയാനിടയായി. കർത്താവിൽ നിന്ന് കേട്ടതായിരിക്കുന്ന ആത്മാവിന്റെ ശക്തി പ്രാപിക്കേണ്ടതിന് അവരെ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ ശിഷ്യന്മാർ അവിടെയായിരുന്നു. അവര് ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് അവര് മടുത്തുപോയില്ല. എന്നാൽ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. ഇങ്ങനെ കർത്താവ് പറഞ്ഞത്, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ മേൽ വരികയില്ല. പ്രൈസ് ദി ലോർഡ്. കാര്യസ്ഥൻ നിങ്ങളുടെ മേൽ വന്നാൽ അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നതായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് നിങ്ങൾ പ്രാപിച്ചുകൊണ്ട് വേണം ഹല്ലേലൂയ ശുശ്രൂഷ മുഖത്തേക്ക് മുൻപോട്ട് പോകുവാൻ. ഇത് പ്രാപിക്കുന്ന എന്തിനാണ്? പാപത്തെ ബോധ്യപ്പെടുത്തുവാൻ, ന്യായവിധിയെ ബോധ്യപ്പെടുത്തുവാൻ,
ആമേൻ, നീതി എന്താണെന്ന് ബോധ്യപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഹല്ലേലൂയ വേർതിരിവിനെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച്, കൃപ പ്രാപിച്ച്, പ്രവചന ദൂത ഏറ്റെടുത്ത് അതിന്റെ ശേഷം ഹല്ലേലൂയ നമ്മുടെ ഇഷ്ടാനുസരണം പോയി ജീവിച്ച് ഇഷ്ടാനുസരണമായ കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തിയല്ല ദൈവകൃപ. ഇതിന്റെ പിന്നിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സാമ്പത്തികം ഏതെങ്കിലും നിലകൾ ആമേൻ ഹല്ലേലൂയ വ്യാജം സംസാരിച്ച് ഉണ്ടാക്കാമെന്നുള്ള ശ്രമത്തിനകത്ത് കൊടുത്തതായിരിക്കുന്ന ആത്മശക്തി അല്ല ഇത്. അനേകരെ തെറ്റുബോധ്യപ്പെടുത്തി ദൈവത്തിന്റെ അടുത്തേക്ക് കൂട്ടിവരുത്തുവാനുള്ള ദൈവകൃപയാണത്. അത് ഏറ്റെടുത്തിരിക്കുന്ന ദൈവത്തിന് ഹല്ലേലൂയ ലജ്ജിക്കേണ്ടി വരികയില്ല. അങ്ങനെ പ്രവർത്തിക്കുന്ന ദൈവത്തിനെ ലജ്ജിക്കേണ്ടി വരികയില്ല. അതുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കാം. ദൈവവചനത്തെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.